ശരിക്കും ധന്യ ചെയ്ത കുറ്റത്തിനാണോ ഇപ്പോൾ ഇത്രയും പഴി കേൾക്കുന്നത്? അത് ശരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നാൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ധന്യ ഇപ്പോൾ കേൾക്കുന്നതെല്ലാം തന്നെ ധന്യയുടെ കുടുംബപരമായി ഉണ്ടായ പ്രശ്നം പോലുമല്ല, ഭർത്താവിൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവുമായിട്ടുള്ള ബിസിനസ്സിൽ പങ്കാളിയായ ധന്യയ്ക്കാണ് ഈ അബദ്ധം പറ്റിയത്. ഭർത്താവിനെയും ഭർത്തൃ വീട്ടുകാരെയും വിശ്വസിച്ച് മാർക്കറ്റിംഗ് ഹെഡായി നിന്ന് വച്ചിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റുകളും ഉപയോഗിച്ച് അവർക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കാൻ ധന്യ കൂടെ നിന്നു. ആ കൂടെ നിന്നതിലുപരി തന്നെ ധന്യയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെയാണ് ഭയം ലഭിച്ചിരിക്കുന്നത്. പണി ലഭിച്ചു എന്ന് യഥാർത്ഥത്തിൽ പറയാം. സാധാരണ ഒരു മാർക്കറ്റ് എക്സിക്യൂട്ടീവിനോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡിനോ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പ്രശ്നങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായി പറയുന്നത് ധന്യ മേരി വർഗീസിനെ പറ്റിയ ഈ അബദ്ധത്തെ കുറിച്ച് തന്നെയാണ്. ഭർത്താവിനെ അനുസരിച്ചു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞതിന് കൂടെ നിന്നു, അവർക്ക് എല്ലാമായി ഒപ്പം നിന്ന പെൺകുട്ടി. അങ്ങനെയാണ് ധന്യയെക്കുറിച്ച് പറയുന്നത്. അത്യാവശ്യം കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് തന്നെ അമ്മായിയച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഒക്കെ ബിസിനസ്സിന് വേണ്ടി സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ധന്യ. അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ധന്യയെ മുഴുവനെ കുറ്റം പറയാൻ സാധിക്കില്ല. അതാണ് ഇതിലേറ്റവും പ്രധാനമായി പറയേണ്ടത്. പ്രേക്ഷകരുടെ ഇടയിൽ പോലും വൈറലാകുന്ന പല വാർത്തകളിലും ഇപ്പോൾ ധന്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് പോലും പലരും എത്തുന്നു. എന്നാൽ ധന്യയെ ഇങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ധന്യ തന്നെ മാർക്കറ്റിംഗ് ഹെഡായിരുന്നു എന്നതല്ലാതെ അതിലപ്പുറം ആ ഒരു കമ്പനിയിൽ വലിയ രീതിയിലൊന്നും തന്നെ ധന്യയ്ക്ക് ബന്ധമില്ല. ധന്യയും ഭർത്താവും കൂടി നടത്താനിരുന്നതാണ്. പിന്നീട് അതൊരു ഫാമിലി ബിസിനസ്സായി മാറി. ഒരുപാട് പേരുടെ കോണ്ടാക്റ്റ് ഒപ്പിച്ച് അവർ ഫ്ലാറ്റ് നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ എന്തോ ഒരു പ്രശ്നം കാരണമാണ് ഇത്രയും പേരുടെ ഇടയിലും ഒരു പറ്റിപ്പായി തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഇടയിലില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. പ്രേക്ഷകർ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു വാർത്തകൾ വരുന്നത് പോലെയോ ധന്യയെ മുഴുവനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഭർത്താവിനെയും അമ്മായിയച്ഛനെയും കയറി ചെന്ന കുടുംബത്തിനും നല്ലത് വരാൻ വേണ്ടിയും അവരെ വിശ്വസിച്ചും ധന്യ ആത്മാർത്ഥമായി പണിയെടുത്തു. കുടുംബ ബിസിനസ് ആണല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് ധന്യ പണിയെടുത്തത്. എന്നാൽ പിന്നീട് അവിടെ നടന്നതെല്ലാം തന്നെ ഒട്ടും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. അത് തന്നെയാണ് ധന്യയുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ ഒരു ദിവസം ധന്യ തൻ്റെ ജീവിതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ കേസും ഈ കേസിനെ തുടർന്നുള്ള വിസ്താരണയെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ധന്യയെക്കുറിച്ചുള്ള ആരാധകരുടെ അഭിപ്രായമെല്ലാം മാറി വരികയായിരുന്നു എന്ന് വേണം പറയാൻ. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ED ഇവരുടെ സ്വത്ത് കണ്ടെത്തി എന്നുള്ള വാർത്ത വന്നത്. ഇത് കൂടുതൽ വിഷയത്തിലേക്കാണ് മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.